ഇന്ന് കേരളത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന മാരകമായ ഒരു അസുഖമാണ് ഡ്രഗ് അഡിക്ഷൻ. 1.5 വർഷം കൊണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത NDPS അഥവാ ഡ്രഗ് അബ്യൂസ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 41,531 ആണ്. ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ഷോട്ട് അത് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോൾ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ പരീക്ഷിച്ച് നോക്കാം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഒരു തവണ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒറ്റ തവണ യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ തകർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത്. ലഹരി ഡോപ്പമിൻ എന്ന സന്തോഷ ഹോർമോൺ അമിതമായിട്ട് ഷൂട്ടാക്കുന്നു. ഇതിൻ്റെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഹൈ അഥവാ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. എന്നാൽ ഈ ഹൈ അവസാനിച്ച് കഴിഞ്ഞാലോ അവിടെ ഡോപ്പമിൻ്റെ അളവ് നേരെ താഴത്തേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് നോർമലിലേക്ക് ആവാൻ പറ്റാതെ ആവുക, ഡിപ്രഷൻ ആവുക, ഇറിറ്റബിലിറ്റി ആവുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് ചെല്ലുന്നു. സോ എഗെയിൻ ഈ ഹൈ അതായത് എക്സ്ട്രീം ഹാപ്പിനെസ് തിരിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും ലഹരി വേണം എന്നുള്ള ഒരു തോന്നലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. അവസാനം നിങ്ങൾ എനർജറ്റിക്കലി ഭയങ്കര ഡൗൺ ആകും. അതുമാത്രമല്ല ഈ ലഹരി ഇല്ലാതെ സന്തോഷിക്കാനാകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ഇത് ലോങ് ടൈമിലേക്ക് യൂസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ ലെവലിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത കൂട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, അതായത് ഒരേ ടൈമിൽ തന്നെ അഗ്രഷനും സാഡ്നെസ്സും ഉണ്ടാകും. അതേപോലെ മെമ്മറി ലോസ് ഉണ്ടാകും. ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്വന്തം മാതാവെന്നോ പിതാവെന്നോ അതേപോലെ തന്നെ സഹോദരിയോ സഹോദരനോ സഹപാഠിയോ ആരാണെന്ന് നോക്കാതെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ഒരു യുവതലമുറ ഇന്ന് ഇവിടെ വളർന്നു വരുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? വാച്ച് നെക്സ്റ്റ് വീഡിയോ. Velith Homeopathy on a mission to cure.